ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? എഴുന്നേറ്റ് വരികയാണ്. ഉറക്കൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. എങ്കിലും ഒരുപാട് പേര് മെസ്സേജ് വിട്ടിരുന്നു, ബ്രോ സേഫാണോ ചോദിച്ചിട്ട്. സംഭവം സേഫാണ്. പക്ഷേ ഇന്നലെ ചെറുതായിട്ടൊന്ന് പണി പാളിയിക്കണം. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, ഇറാന് ഒരു 5-6 മിസൈലിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. അതാണെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ തടുത്തിട്ടുണ്ട്. പക്ഷെ ആ തടുത്തതിന്റെ ആഘാതം ഉണ്ടല്ലോ, അത് ചില്ലറയൊന്നുമല്ല. താഴെയുള്ളവർ മൊത്തത്തിലൊന്നങ്ങോട്ട് കടന്ന് ആടിക്കളിച്ചു. അതായിരുന്നു അവസ്ഥ. ബിൽഡിങ്ങും ഇരിക്കുന്ന റൂമും ഒക്കെ ചെറുതായി ഒന്നാണ് ചിനുങ്ങി. ഇറാൻ വിട്ടതിൽ ഏറ്റവും ചെറിയ സാധനമാണ് ഇന്നലത്തെ. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസാണ് അമേരിക്കക്കുള്ളത്. എന്തു പറഞ്ഞിട്ട്, ഞങ്ങളെ കൊണ്ട് ഇതിന് കഴിയും എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്ക് കൊടുത്തൊരു ജസ്റ്റ് ഒരു വാണിംഗ് മാത്രമാണ് ഇന്നലെ കണ്ടത്. അതും ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ച് 7 മണി തൊട്ട് 9 മണി വരെ നിങ്ങളുടെ ഫ്ലൈറ്റുകളെല്ലാം ബന്ദാക്കണം, അതിനിടക്കാണ് ഞങ്ങൾ വിടുന്നത് എന്ന് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം ഇട്ട ഒരു മിസൈലാണത്. അതിന് പോലും ഇത്ര ഭയാനകമായ ശബ്ദവും അന്തരീക്ഷവും സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ മുൻകൂട്ടി പറയാതെ വരുന്ന ഈ ഫലസ്തീനികളുടെയും മറ്റുള്ളവരുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഇന്നലെ ആളുകൾ ചിന്നിച്ചിതറി ഓടുകയായിരുന്നു ഇതിന് ശബ്ദം താങ്ങാഞ്ഞിട്ടും ഭൂമി ആടുന്നത് കണ്ടിട്ടും. നിൽക്കുന്നിടന്ന് ആളുകൾ മൊത്തത്തിൽ ഒന്നാണ് കുലുങ്ങാണ്. നമ്മളൊക്കെ ഇത് എന്താ പറയുക, വീഡിയോ ഗെയിമിലും അതുപോലെ ഫലസ്തീൻ്റെ ന്യൂസ് കേൾക്കുമ്പോഴും ഒക്കെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്, അല്ലേ? പക്ഷെ ഇത് നേർക്ക് നേരെ കൺമുന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ അതിന് ചില്ലറ ധൈര്യം പോരാ. ഏത് ഭാഗത്തേക്ക് ഓടണം എന്നുള്ള ചിന്തയായിരുന്നു. കുറെ ആളുകൾ ഇങ്ങോട്ട് ഓടും, കുറെ ആളുകൾ അങ്ങോട്ട് ഓടും, കുറെ ആളുകൾ തലി കൈ വെച്ച് അവിടെ തന്നെ ഇരിക്കും. വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെ. വീട്ടിൽ നിന്നുള്ള വിളി, അല്ലാത്ത വിളി, എല്ലാവരും വിളിച്ചു ചോദിക്കുക എന്താണ് എന്നുള്ളത്. കാരണം ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ പല മാധ്യമങ്ങളിലും കണ്ടു ഖത്തർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുള്ളത്. പക്ഷെ ഖത്തർ അങ്ങനെ ചെയ്യൂല എന്നുള്ളതാണ് വിശ്വാസം. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഖത്തറിൽ നിൽക്കുന്നവർക്കും ഖത്തറിൽ ജോലി ചെയ്യുന്നവർക്കും അറിയാം ഖത്തർ തമീമിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. കഴിയുന്നതും പ്രശ്നങ്ങളില്ലാതെ, യുദ്ധങ്ങളില്ലാതെ, സമാധാനത്തിന്റെ പാതയിൽ ഈ ഇത്രയും എന്താ പറയാ യുദ്ധം നടക്കുമ്പോഴും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ ഒരിക്കലും ഒരു യുദ്ധം പെട്ടെന്നുണ്ടാക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്യൂല. കാരണം ഇന്നലെ വന്നിട്ടുള്ളത് അമേരിക്കക്കുള്ളൊരു വാണിംഗ് ആണ്. ഞങ്ങളെ കൊണ്ട് ഇതിന് കഴിയും എന്നുള്ള ഇറാന്റെ ഒരു വാണിംഗ് ആണ് ഇന്നലെ വന്നിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ സൈന്യം താമസിക്കുന്ന ഒരിടം കൂടിയാണ് ഈ ഖത്തറിന്റെ മണ്ണ്. ഖത്തറിന് നിസാരാക്കി കളയൊന്നും വേണ്ട. ഖത്തറിനെതിരെ ഇന്നലെ വന്ന മിസൈലുകളെ ഒന്നും തടഞ്ഞതിന്റെ ശബ്ദം കൊണ്ടും ആ ഒരു വൈബ്രേറ്റ് കൊണ്ടും ഇന്നലെ ആളുകൾ പേടിച്ചത്. എന്തായാലും ഇന്നലെ അതോടുകൂടെ, ആ ഒരു സംഭവത്തോടു കൂടെ അതങ്ങോട്ട് തീർന്നു. ഇനി ഇങ്ങനത്തെ യുദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കട്ടെ. ലോകത്ത് എവിടെയാണെങ്കിലും മനുഷ്യനൊന്നാണ്, വേദനകൾ ഒന്നാണ്, നഷ്ടങ്ങൾ ഒന്നാണ്. ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാ GCCയിലും ബാധിക്കും, നമുക്കും ബാധിക്കും. നമ്മളെങ്ങനെ ബാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ എയർപോർട്ടിലേക്ക് പോകാൻ നിന്ന ഒരുപാട് ആളുകൾ, അവർക്ക് പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് അവിടുന്ന് ഒരു ന്യൂസ് വന്നു, ഇല്ല എയർപോർട്ട് മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളത്. എത്ര പേരുടെ സ്വന്തക്കാരായിട്ടും ഉമ്മ വാപ്പായിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ കൂടപ്പറപ്പങ്ങളായിട്ടും എന്തെങ്കിലുമൊക്കെ മരണത്തെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് എമർജൻസിയിൽ നാട്ടിലേക്ക് പോകുന്ന ആളുകളായിരിക്കും. പെട്ടെന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഉറ്റവരെ ഒരു നോക്ക് കാണാനും കൂടി ഒരു വഴി ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, ഈ യുദ്ധം തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പട്ടിണിയാവും. അത് അങ്ങ് ഇറാഖിലല്ലേ, ഇറാനിലല്ലേ, മറ്റേ ഫലസ്തീനിലല്ലേ, അതല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലല്ലേ എന്നുള്ളത്. ഇസ്രായേല് ഫലസ്തീനികളെ എന്താ പറയാ നിസാരാക്കി കൊന്നിട്ടും പേടിപ്പിച്ചിട്ടും നിർത്തിയ പോലെയല്ല ഇറാനോട് കളിച്ചപ്പോ. ശരിക്കും അങ്ങോട്ട് പണി പാളിയിരിക്കണു. ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറാനികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇറാനികളെ അറിയുന്നവർക്കേ അറിയുള്ളൂ. ഒടുക്കത്തെ ചങ്കൂറ്റ, ആർക്കും അങ്ങനെ താന്നു കൊടുക്കൂല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും രാജ്യങ്ങളും ഇറാനെതിരായി നിന്നപ്പോ നിങ്ങൾ ആരാച്ച വന്നോ, ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാനെന്നാ പറഞ്ഞത്. ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക കൂടിയപ്പം റഷ്യ പോലുള്ള പല രാജ്യങ്ങളും ഇറാനോട് എപ്പോൾ വേണേലും ഞങ്ങളെ സഹായം നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇസ്രായേലിനെ ഒതുക്കാൻ ഞങ്ങൾ മതി, ഞങ്ങൾക്ക്
കഴിയാത്തൊരു കാലം വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്ന തിരിച്ചു മറുപടി കൊടുത്ത്. ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം അവർക്ക് ഞങ്ങൾ തന്നെ ധാരാളം. അത്രയും ആത്മവിശ്വാസമാണ് ഇറാന്റെ അടുത്ത്. ആ ഇറാന് മുന്നും പിന്നും ഒന്നും നോക്കാനല്ല, അവരോട് കേറിയിട്ട് ഇസ്രായേൽ ചൊറിഞ്ഞു. ഇസ്രായേൽ ഇപ്പം നേരെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ന്യൂസ് ഒന്നും അല്ല ന്യൂസ്. അവിടുത്തെ യഥാർത്ഥ ന്യൂസ് എന്താന്നുള്ളത്, റിയൽ സ്റ്റോറി ഒരിക്കലും ഇസ്രായേൽ പുറത്തു വിടുന്നില്ല. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തം ജനത തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളെ ഇന്ത്യക്ക് എതിരെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ തള്ളി പറയോ? ഇല്ല. അത് ആരെന്നെ ആയിക്കോട്ടെ, ഇല്ല, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കൂ. പക്ഷെ ഇസ്രായേൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടുത്തെ ഭരണാധികാരിനെ തള്ളി പറയുന്നുണ്ട്, ഇറാനോട് മാപ്പ് പറഞ്ഞിട്ട് ഒരു ജനത വരുന്നുണ്ട്, എന്തെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ധൈര്യം എത്രയേ ഉള്ളൂ. ഇത്രയും കാലം ഫലസ്തീനികളെ ചെയ്തതൊക്കെ അവർ മറന്നു. ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം ഇറാനോട് പഠിപ്പിച്ചു കൊടുത്തു. ആരായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഉറ്റവരും ഉടയവരും കൂടപ്പറപ്പിങ്ങളെല്ലാം പോകുമ്പോൾ ഒരേ വേദന, ഒരേ നഷ്ടം തന്നെയാണ്. എന്തായാലും യുദ്ധമൊന്നും വലുതാകാതിരിക്കട്ടെ. അങ്ങനെ വലുതായാൽ തന്നെ ഇത് ഇവിടെ നിന്നും പിടിച്ചാൽ കിട്ടൂല, നമ്മളൊക്കെ കരയേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്.